ക്രിസ്തീയ ജീവിതം പ്രോഗ്രസീവ് ആൻഡ് അസെൻഡിങ്, പുരോഗമന ആത്മകവും ഉയരങ്ങളിലേക്ക് പോകുന്നതുമായ ഒരു ജീവിതമാണ്. ലോകത്തിലുള്ള സകലതും, സൂര്യന് കീഴെയുള്ള ഇതൊക്കെയും ends in an anticlimax. എല്ലാം ഉച്ചകോടിയിലല്ല, അതിന് വിപരീത ഉച്ചകോടിയിൽ, ഉന്നത നിലയിലല്ല, അധമമായിരിക്കുന്ന നിലയിലാണ് അവസാനിക്കുന്നത്. ഓൾഡ് ഏജ് ഈസ് എ ഡിസെന്റ്. പ്രായത്തിലേക്ക് പോവുക എന്ന് പറയുന്നതിന് ഒരു ഇറക്കമാണ്. There's a time. മനുഷ്യൻ പ്രത്യാശിക്കുന്നതും ആശിക്കുന്നതും അഭിലഷിക്കുന്നതുമായിട്ടുള്ള ഒരു സമയമുണ്ട്. ഇറ്റ് ജസ്റ്റ് എ ലിമിറ്റഡ് ടൈം. ഒരു പരിമിതമായിരിക്കുന്ന സമയമാണ്. യു ക്രോസ് യുവർ ക്ലൈമാക്സ് സംവെയർ ഇൻ ലൈഫ്. ജീവിതത്തിൽ എവിടെയോ നിങ്ങൾക്ക് എത്താവുന്ന ഉച്ചകോടി എത്തിയ ശേഷം യു സ്റ്റാർട്ട് ഡിസെൻഡിങ്. നിങ്ങൾ താഴേക്ക് ഇറങ്ങി വരും. എവറിത്തിങ് ഇൻ ലൈഫ്, സകലതും, സ്വപ്നങ്ങൾ താഴേക്ക് വരും, ആരോഗ്യം താഴേക്ക് വരും, സൗന്ദര്യം താഴേക്ക് വരും, നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്ന ജീവിത മഹത്വം താഴേക്ക് വരും, നിങ്ങളുടെ ഔദ്യോഗിക പദവി താഴേക്ക് വരും. എവറിത്തിങ് യു കം ഡൗൺ. എവിടെയോ ഒരിടത്ത് നിന്ന് താഴേക്ക് ഇറങ്ങുവാനായിട്ട് തുടങ്ങും. But there is a way that goes upward and upward. ഉയരങ്ങളിലേക്ക്, മുകളിലേക്ക് പോകുന്ന ഒരു പാതയിലാണ് ദൈവത്തിന്റെ ജനം. Amen. From joy to joy, സന്തോഷത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക്, from strength to strength, ബലത്തിൽ നിന്ന് ബലത്തിലേക്ക്, wisdom to wisdom, വിവേകത്തിൽ നിന്ന് വിവേകത്തിലേക്ക്, understanding to understanding, പരിജ്ഞാനത്തിൽ നിന്ന് പരിജ്ഞാനത്തിലേക്ക്. It's a growth. No age can bar it. ഒരു പ്രായത്തിലും തടസ്സം ചെയ്യുവാൻ കഴിയാത്ത നിലയിൽ ആത്മീയ ജീവിതം എപ്പോഴും ഒരു യൗവനാവസ്ഥയിലാണ്. ഇറ്റ്സ് എ ഗ്രോയിങ് ലൈഫ്. നിരന്തരമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ആമേൻ. ഇറ്റ്സ് ദ ട്രൂത്ത് ഓഫ് ദിസ് ലൈഫ്. ഈ ജീവിതം സംബന്ധിച്ച വലിയ സത്യമാണിത്. എന്നാൽ ഈ സത്യത്തെ നാം അപ്ലൈ ചെയ്യുമ്പോൾ, പൊതുവെ ഈ സത്യത്തിന്റെ വെളിച്ചത്തിൽ കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ, ഈ നിലയിൽ ഈ സത്യം ഒരു യഥാർത്ഥമായി വളരെ കാണാറില്ല. മോസ്റ്റ് ക്രിസ്ത്യൻസ് ഡിസെൻഡ്. അധികം വിശ്വാസികളും എവിടെയോ ഒരിടത്ത് എത്തിച്ചേർന്ന ശേഷം താഴേക്കുള്ള ഇറക്കമാണ് നാം കാണുന്നത്. സഭകൾ ഒരു നല്ല തുടക്കത്തിന് ശേഷം അല്പനാളുകൾ കഴിയുമ്പോൾ സഭകൾ മയക്കത്തിലേക്ക് മാറുന്നതായിട്ടാണ് കാണുന്നത്. ക്രിസ്ത്യൻ മൂവ്മെന്റ്സ് വളരെ ശക്തിയോടെ ആരംഭിച്ചിരിക്കുന്ന ആത്മീയ മുന്നേറ്റങ്ങൾ, ഉണർവുകൾ അല്പസമയം കഴിയുമ്പോൾ താഴേക്കാണ് നാം കാണും. That's not God's will. അത് ദൈവത്തിന്റെ ഹിതമല്ല. But that happens. വിശ്വാസികളുടെ ജീവിതത്തിൽ, സഭകളുടെ ജീവിതത്തിൽ നാം അത് കാണുന്നു. തിരുവചനത്തിൽ തന്നെ ലേഖനങ്ങൾ എഴുതുന്ന സമയത്ത്, കൊരിന്ത്യ സഭയ്ക്ക് എഴുതുന്ന സമയത്ത് പൗലോസ് മുന്നറിയിക്കുകയാണ് ചെയ്യുന്നത് കൊരിന്ത്യ സഭയെ. റിമെമ്പർ ദ സ്റ്റോറി ഓഫ് ഇസ്രായേൽ. യഹൂദ ജനത്തിന്റെ ചരിത്രം നിങ്ങൾ ഓർക്കണം. അവരെത്ര അതിശക്തിയോടെ, സന്തോഷത്തോടെ, ഇത്ര ശക്തനായിരിക്കുന്ന ഒരു നേതാവിന്റെ കീഴിൽ സ്വർഗത്തിലെ മന്ന ഭക്ഷിച്ചുകൊണ്ട്, അവരുടെ കൂടെ വന്ന ആത്മീയ പാറയിൽ നിന്ന് അവർ കുടിച്ചുകൊണ്ട്, ഇറ്റ് വാസ് സച്ച് എ ഫാന്റാസ്റ്റിക് ടൈം. അത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയത്തിൽ കൂടി വന്ന ദൈവത്തിന്റെ ഭുജവീര്യം കണ്ടുവന്ന ആ മഹൽജനം ലോ. ആ ചരിത്രം അവസാനിക്കുന്നത് ഒരു ട്രാജഡി ആയിട്ടാണ്, ഒരു ദുരന്തമായിട്ടാണ്. അവർ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല എന്ന് നാം അറിയുന്നുവല്ലോ. ഗലാത്യ സഭയെ കുറിച്ച് പറയുമ്പോൾ, നിങ്ങൾ ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡത്തിൽ അവസാനിപ്പിക്കുന്നുവോ? തിമോത്തിയോസിനും തീത്തോസിനും ലേഖനം എഴുതുന്ന സമയത്ത് ആ ക്രിസ്തീയ അവസ്ഥയുടെ ശോഷണം, മൂല്യച്യുതി, ഇതിന്റെ വെളിച്ചത്തിലാണ് ആ ലേഖനങ്ങൾ തന്നെയും എഴുതിയിരിക്കുന്നത്. യൂദായുടെ ലേഖനം അങ്ങനെയാണ്. എബ്രായ ക്രിസ്ത്യാനികൾക്ക് എഴുതുന്ന സമയത്ത് അവരെ ധൈര്യപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ആദ്യത്തെ ആ കോൺഫിഡൻസ് നിങ്ങൾ തള്ളിക്കളയരുത്. ഹോൾഡ് ഓൺ, അവസാനം വരെ മുറുകെ പിടിക്കുക.
ആ ഒരു ആഹ്വാനമാണ് എബ്രായ സഭയ്ക്ക് എഴുതുന്നത്. നാം വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകൾക്കുള്ള സന്ദേശം കേൾക്കുമ്പോൾ 2 സഭകൾ they were going ahead, അവർ ശക്തിയായിട്ട് മുമ്പോട്ട് പോവുകയായിരുന്നു. എന്നാൽ 5 സഭകൾ they were going down, ഒരു താഴേക്കുള്ള ഇറക്കത്തിലായിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, are you going up or climbing down? നിങ്ങൾ കയറ്റത്തിലാണോ ഇറക്കത്തിലാണോ? It's a good question to ask yourself. As your wisdom increase, maturity increase, joy increase, നിങ്ങളുടെ സന്തോഷം വർദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ പരിജ്ഞാനം വർദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വിവേകം വർദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ആത്മീയ ഉൾക്കാഴ്ച വർദ്ധിപ്പിച്ചിട്ടുണ്ടോ? നിത്യതയുള്ള നിങ്ങളുടെ ബന്ധം വർദ്ധിച്ചിട്ടുണ്ടോ? Are you ascending? നിങ്ങൾ കയറുകയാണോ? നിങ്ങൾ ഇറങ്ങുകയാണോ? That's a good question. Everybody, good to ask yourselves. നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. Amen. ഈ ഞാൻ പ്രസ്താവിച്ച വെളിപ്പാട് പുസ്തകത്തിലെ ഈ 5 സഭകളുടെ ആ ഇറക്കത്തിൻ്റെ ആത്മീയമായിരിക്കുന്ന അധപ്പതനത്തിൻ്റെ കാരണങ്ങൾ ആ ലേഖനങ്ങൾ പഠിച്ചാൽ അതിൽ സംബന്ധിച്ച് ചില ഉൾക്കാഴ്ചകൾ ലഭിക്കും. നമ്മുടെ ആത്മീയജീവിതത്തെ നിർണയിക്കുന്ന മൗലികമായിരിക്കുന്ന 2-3 ഘടകങ്ങൾ നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. സാധാരണ ഒരു രോഗി, ഗൗരവപൂർണമായിട്ടുള്ളൊരവസ്ഥയിലായിരിക്കുന്ന രോഗി, അല്ലെങ്കിൽ ആക്സിഡന്റ് ഉണ്ടായി കാഷ്വാലിറ്റിയിലായിരിക്കുന്ന രോഗിയെക്കുറിച്ച് സാധാരണ ഡോക്ടേഴ്സിനിടയിൽ ഈ ചോദ്യം വരാറുണ്ട്, അവരുടെ വൈറ്റൽ ഫങ്ഷൻസ് എങ്ങനെയുണ്ട്? വൈറ്റൽ ഓർഗൻസ് ഫങ്ഷനിങ് ആണ്. ജീവനെ നിലനിർത്തുന്ന ചില മൗലിക ഏറ്റവും പ്രസക്തമായിരിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ആത്മജീവിതത്തിൽ നമ്മളൊരുപാട് ആശിച്ചുകൊണ്ടും പറഞ്ഞതുകൊണ്ടും ഉത്സാഹം കാണിക്കുന്നതിൻ്റെ അപ്പുറത്ത് നമുക്ക് മുമ്പോട്ട് പോകേണ്ടതിന്, അല്ലെങ്കിൽ നമ്മുടെ ആത്മജീവിതം അധപ്പതിച്ച് വളരെ ശോച്യാവസ്ഥയിലെത്തുന്നതിന് കാരണകരമായിരിക്കുന്ന ചില വൈറ്റൽ ഫാക്ടേഴ്സ് ഉണ്ട്. അത്യന്തം അതിപ്രധാനമായിരിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ഏഷ്യ മൈനറിലെ 5 സഭകൾക്ക് ഉള്ള ലേഖനത്തിൽ നമുക്കത് പ്രത്യേകം ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. അത് നാം ശ്രദ്ധിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ വൈറ്റൽ ഫാക്ടേഴ്സ് എപ്പോഴും നാം പ്രിസർവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ആത്മീയമായിരിക്കുന്ന ഈ അത്യന്തം പ്രധാനപ്പെട്ട ഈ ഘടകങ്ങൾ നാം സൂക്ഷിക്കേണ്ടതുണ്ട്, പരിരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ ക്രിസ്തീയ ജീവിതം അർത്ഥപൂർണമായി മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഈ പ്രധാനപ്പെട്ട ഈ ഘടകങ്ങൾ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്പിരിച്വൽ ചെക്കപ്പ് ഇന്ന് ഈ വചന കേൾവിയിൽ നിങ്ങൾക്കുണ്ടാകണം. ഈ കേൾവിക്ക് ശേഷം തുടർമാനമായിട്ട് ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ സംബന്ധിച്ചുള്ളൊരു സ്പിരിച്വൽ ചെക്കപ്പ്, ആത്മീയമായ സ്ഥിതി സംബന്ധിച്ചുള്ള പരിശോധന. നിങ്ങളിൽ പലരും ഇടയ്ക്ക് പോയി ചെക്കപ്പ് നടത്താറുണ്ട് അല്ലേ? ബ്ലഡ് പ്രഷർ, ലിവർ ഫങ്ഷൻ ടെസ്റ്റ്, പല ഫങ്ഷൻസ് ഉള്ള ടെസ്റ്റ് നടത്തും. എന്താ, ഞാൻ ജീവിച്ചിരിക്കുമോ? എത്ര കാലം ജീവിച്ചിരിക്കും? ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുമോ? എനിക്ക് കഥപ്പിൻ്റെ കാരണം എന്താണ്? പെട്ടെന്ന് കയറ്റം കയറുമ്പം എന്തുകൊണ്ടാണ് ഈ പെട്ടെന്ന് വല്ലാതെ ക്ഷീണം ഉണ്ടാകുന്നത്? ഇടത് കൈക്ക് വേദന ഉണ്ടാകുന്നത്? ഇറ്റ്സ് ഗുഡ് ടു ഹാവ് എ സ്പിരിച്വൽ ചെക്കപ്പ്. ആത്മീയമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചെക്കപ്പ് ആവശ്യമാണ്. ടു റിമെയിൻ ഇൻ ലൈഫ്, ജീവിതത്തിൽ തുടരേണ്ടതിനായി. ഈ സഭകൾക്കുള്ള ഈ സന്ദേശങ്ങൾ നാം പഠിക്കുമ്പോൾ ഫെയിലിംഗ് ചർച്ചസ്, ആത്മീയമായി പരാജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സഭകളുടെ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അവരുടെ ജീവിതത്തിൽ പോവർട്ടി ഓഫ് ദി സ്പിരിറ്റ്, ആത്മാവിലെ ദരിദ്രാവസ്ഥ നഷ്ടപ്പെട്ടു പോയിരുന്നു.
പോവർട്ടി ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിലെ ദരിദ്രാവസ്ഥ എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ടുള്ള ഒരു ശൂന്യത, ഒന്നുമില്ലായ്മ, ദരിദ്രമായിരിക്കുന്ന ഒരു അവസ്ഥയെന്നല്ല അതിനർത്ഥം. ആത്മാവിലെ ദാരിദ്ര്യബോധം, ആവശ്യബോധം, നിർധനബോധം. ആത്മാവിലെ ദാരിദ്ര്യം എന്ന തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ പദപ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്, സാധാരണ ആളുകൾ പറയാറുണ്ടല്ലോ, ഓ എൻ്റെ കാര്യം എന്നാ പറയാൻ, ഞാൻ ഇതുവരെ ഒന്നും ആയിട്ടില്ല, എൻ്റെ ജീവിതം ഒരു സ്ഥിരം പരാജയമാണ്, എത്തേണ്ട പോലൊന്നും ആയിട്ടില്ല, എനിക്ക് ഒരുപാട് കുറവുകളുണ്ട് എന്ന് പറയുന്നതല്ല ആത്മാവിലെ ദരിദ്രാവസ്ഥ എന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം, ഇറ്റ്സ് എ കോൺസ്റ്റന്റ് urge in the spirit for more in Christ. യേശുക്രിസ്തുവിൽ ഉള്ളതിലേക്കുള്ള നിരന്തരമായിരിക്കുന്ന ആത്മാവിന്റെ അദമ്യമായിരിക്കുന്ന ഒരു ആക്കമാണ്. നെവർ സാറ്റിസ്ഫൈഡ്, ഒരിക്കലും തൃപ്തി അടയാത്തൊരവസ്ഥ. യേശുക്രിസ്തുവിലെ ജീവൻ, യേശുക്രിസ്തുവിലെ മഹത്വം, യേശുക്രിസ്തുവിലെ ജയം, യേശുക്രിസ്തുവിലെ വാഗ്ദത്തങ്ങൾ, യേശുക്രിസ്തുവിലെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന ലോർഡ്, വേർ ഈസ് ഇറ്റ്? എവിടെയാണ്? എന്തിയ കർത്താവേ? മോർ മോർ മോർ, അധികം അധികം അധികം. ആത്മാവിലുള്ളത് ആ പാട്ടിൽ പറയുന്ന പോലെ, മുട്ടോളമല്ല, പോരാ പോരാ പോരാ, പിന്നെ അരയോളമല്ല. ഹല്ലേലൂയ, എത്ര കൊടുത്താലും മതിയാകുന്നില്ല. ശ്രദ്ധിക്കുക, there is so much in Christ for us. യേശുക്രിസ്തു അത്രമാത്രം സ്വർഗം നമുക്കായിട്ട് നൽകിയിരിക്കുകയാണ്. ആ യാഥാർത്ഥ്യത്തിന് മുമ്പിൽ ആത്മാവിലെ നിരന്തരമായിരിക്കുന്ന ആവശ്യബോധം, ദാരിദ്ര്യബോധം. നിങ്ങൾ ആരെങ്കിലും ആത്മീയമായിട്ട് പുരോഗമിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഏതോ ഒരു സമയത്ത് ആത്മാവിലെ ദാരിദ്ര്യബോധത്തിലായിരുന്നവരായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു സഭ അനുഗ്രഹിക്കപ്പെട്ട് കാണുന്നെങ്കിൽ സഭ ഏതെങ്കിലും ഒരു സമയത്ത് ആത്മാവിലെ ഒരു ദാരിദ്ര്യബോധത്തിൽ ആയിരുന്നു എന്നാണ് അർത്ഥം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളർന്നിട്ടുണ്ടെങ്കിൽ അറ്റ് സം പോയിന്റ് ഓഫ് ടൈം, എവിടെയോ ഒരു പ്രത്യേക സമയത്ത് ആത്മാവിലുള്ള ഒരു ദാരിദ്ര്യബോധം നിങ്ങൾക്കുണ്ടായിരുന്നു. But that's to continue. അതൊരു സമയത്ത് ഉണ്ടായിരുന്നാൽ മാത്രം പോരാ. Your past has decided your present. നിങ്ങളുടെ ഭൂതകാലം നിങ്ങൾ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയെ കാണിക്കുന്നു. And your future, നാളെ നിങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ എന്തായിരിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നിരന്തരമായിരിക്കുന്ന ഈ ആവശ്യബോധം. ഏതൊരാളും കർത്താവിലേക്ക് വരുന്ന ഒരു സമയത്ത് യേശുക്രിസ്തുവിലേക്ക് യഥാർത്ഥമായിരിക്കുന്ന ഒരു അനുഭവത്തിൽ പ്രവേശിച്ച്, വീണ്ടും ഞാൻ അനുഭവത്തിൽ പ്രവേശിച്ച് ദൈവകൃപയിലേക്ക് പ്രവേശിച്ച് കർത്താവിലുള്ള ആ സന്തോഷം അനുഭവിച്ച് ആരംഭിക്കുന്ന ഏതൊരാളും തുടക്കത്തിൽ ഏതോ ഒരു അളവിൽ ആത്മാവിലെ ദാരിദ്ര്യബോധം ഉള്ള അവസ്ഥയാണ്. നമുക്ക് മത്തായി സുവിശേഷം 5-ാം അധ്യായം 3-ാം വാക്യം ഒന്ന് വായിക്കാം. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ആത്മാവിൽ ദരിദ്രരായവർ, the poor in spirit, they are blessed. അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, അവർ ഭാഗ്യവാന്മാരാണ്. കാരണം സ്വർഗരാജ്യം അവർക്കുള്ളത്. സ്വർഗരാജ്യം ഇങ്ങനെയുള്ളൊരു കൂട്ടർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. സ്വർഗരാജ്യം മുഴുവൻ ആൾക്കൂട്ടത്തിനും വേണ്ടിയുള്ളതല്ല. സ്വർഗരാജ്യം സഭയിൽ കൂടുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല. സ്വർഗരാജ്യം സ്നാനപ്പെട്ട എല്ലാവർക്കും ഉള്ളതല്ല. സ്വർഗരാജ്യം ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവർക്കും ഉള്ളത് അല്ല. സ്വർഗരാജ്യം ആർക്കുള്ളതാണ്? Those who are poor in spirit, ആത്മാവിൽ ദരിദ്രബോധത്തിലായിരിക്കുന്നവർ. ഞാൻ ഇന്നിവിടെ പറഞ്ഞല്ലോ, നാം എല്ലാവരും ആരംഭിക്കുന്ന ഒരു സമയത്ത് ഏതോ ഒരളവിൽ ഈ നീഡിലാണ്,
ഈ സന്തോഷം എനിക്ക് കിട്ടിയല്ലോ, എനിക്ക് പണ്ടേ കിട്ടിയില്ലല്ലോ, ഇത് ഞാൻ എന്നേ കർത്താവിനെ അറിയേണ്ടതായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥനാ ജീവിതം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എന്തൊരു അനുഗ്രഹമാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ എപ്പോഴും ചെല്ലണം, എനിക്ക് കൂടുതൽ പ്രാർത്ഥിക്കണം. ഇൻ എവറിത്തിങ് ഗോഡ് ഗിവ്സ് യു എ ടേസ്റ്റ്. കർത്താവ് നിങ്ങൾക്കൊരു രുചി തരുന്നുണ്ട്. ആ രുചിക്കത്തോടെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ആശ വർദ്ധിക്കുന്നുണ്ട്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അധിക പങ്ക് ആളുകളുടെ ജീവിതത്തിലും ആദ്യമേ ഉണ്ടായിരുന്ന ഗൗരവബോധം ആത്മജീവിതത്തിൽ തുടരുന്നതായിട്ട് കാണാറില്ല. ആദ്യത്തെ ഉത്സാഹം, സമയത്ത് മീറ്റിങ്ങിൽ വരണം, ദൈവവചന കേൾവിക്കായിട്ട് ശ്രദ്ധയോടെ ഇരിക്കണം, അതിനുശേഷം ആത്മീയ കാര്യങ്ങൾ സംസാരിക്കണം. എനിക്ക് പ്രയോജനം ചെയ്യാത്ത, ആത്മീയമായിട്ട് എന്നെ കെടുത്തുന്ന കാര്യങ്ങൾക്കൊന്നും ഞാൻ നോക്കുകയും ശ്രദ്ധിക്കുകയും വരുത്. ഞാൻ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ട ഉത്തമമായിരിക്കുന്ന കാര്യങ്ങളുണ്ട്. I want to hold on to that. ആ കാര്യത്തിൽ എനിക്ക് മുറുകെ പിടിക്കണം. 2 months, 4 months, 6 months, 2 മാസം, 4 മാസം, 6 മാസം. അല്പം കഴിഞ്ഞപ്പോൾ സ്ലോലി, സാവധാനത്തിൽ ആ ജാഗ്രത കുറയുന്നുണ്ട് അനേകർക്ക്. വേറെ ചില സമയത്തോളം അല്പം കൂടി അത് മുമ്പോട്ട് പോകും. ഏതോ ഒരു ആത്മീയ നിലയിൽ എത്തിക്കഴിയുമ്പോൾ they attain their best. അടുത്ത് നമ്മൾ പറയത്തില്ലേ, ചില മാവൊക്കെ കണ്ട് ഇത് ഇത്രേ കായ്ക്കത്തുള്ളൂ. There are people who attain their best soon. ഒരു പ്രത്യേക സമയം കൊണ്ട് ചിലര് അവരെത്തേണ്ട നിലയിലെത്തും. ഇനി നിങ്ങൾ പ്രസംഗിക്കാതിരിക്കുകയോ, നിങ്ങൾ ഏതുതരം യോഗങ്ങൾ വെച്ചോ, ഏത് തറി യോഗങ്ങൾ വെച്ചാലും ദിസ് ഈസ് മൈ ബെസ്റ്റ്. കർത്താവേ എന്നോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിച്ചാലും, ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചാലും, ദിസ് ഈസ് മൈ ബെസ്റ്റ്. കോംപ്ലേസൻസ്, ഒരു തരം തൃപ്തിയിൽ അവർ വന്നു കഴിഞ്ഞു. ദാറ്റ് ഈസ് എ ബെസ്റ്റ്. ഐ ഫിയർ യു ഹാവ് സെറ്റിൽഡ് ഇൻ എ ബെസ്റ്റ്. ഞാൻ ഭയപ്പെടുന്നു, നിങ്ങൾ എവിടെയോ വന്ന് നിങ്ങളുടെ ഉത്തമമായതിൽ വന്നിരുന്നു കഴിഞ്ഞു. ഐ ഫിയർ ദാറ്റ് ഹാസ് ഹാപ്പൻ. നിങ്ങൾ പലരുടെയും ജീവിതത്തിൽ ഇവിടെ എത്തി എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഹല്ലേലൂയ. I am speaking of poverty of the spirit. ആത്മാവിൽ ദരിദ്രരായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ഞാൻ ഇന്ന് സംസാരിക്കുമ്പോൾ I pray that your heart is honestly open. ഞാൻ ഇന്ന് ഈ വചനം സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹൃദയം ഈ സത്യത്തിനായി തുറന്നിരുന്നെങ്കിൽ ഞാൻ ആശിക്കട്ടെ. Because the glory that is ahead of you, നിങ്ങൾക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന മഹത്വം എത്രയോ വലുതാണ്. My dear, എന്റെ പ്രിയ സ്നേഹിത, don't miss that great glory. ഈ വലിയ മഹത്വം നിനക്ക് നഷ്ടമാകുവാനിടയാകരുത്. ചിലർ ജീവിതത്തിൽ അല്പം കൂടെ മുമ്പ് പോകും. ചിലരെക്കുറിച്ച് പ്രോമിസിംഗ് ആയിട്ട്, ഒരു വാഗ്ദാനമായിട്ട് ചിലരെക്കുറിച്ച് തോന്നാറുണ്ട്. വലിയ ഉത്സാഹം, ആത്മീയ കാര്യങ്ങൾ വലിയ താല്പര്യം, നേരത്തെ തന്നെ പല കാര്യങ്ങൾ ഗൗരവപൂർവമായിട്ടുള്ള ചിട്ട ചില ചെറുപ്പത്തിൽ എങ്ങനെ കാണാറുണ്ട്. ഓരോ നിലയിൽ അവർ ഉപയോഗിക്കപ്പെട്ട് കഴിയുമ്പോൾ മറ്റുള്ള മുമ്പിൽ അവർക്കൊരു റെക്കഗ്നിഷൻ, ഒരു സ്ഥാനം, ഒരു ശ്രദ്ധ, ഒരു പ്രാധാന്യം കിട്ടുന്നതാണ് അവരുടെ ബെസ്റ്റ്. Somewhere grace has brought them to a place of merit. കൃപ മുഖാന്തരം അവർക്ക് ലഭിച്ച കാര്യങ്ങൾ എവിടെ വന്ന് ഒരു യോഗ്യതയായി തീരുകയാണ്. They speak very less of grace then. കൃപയുടെ ബോധം അവർക്ക് നഷ്ടപ്പെടുന്നു. തങ്ങൾക്ക് എന്തുണ്ട്, തങ്ങൾ ആരായിരിക്കും, തങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുന്നു, they merit is themselves. തങ്ങളുടെ യോഗ്യത ബോധം എവിടെ അവരുടെ ഹൃദയത്തിൽ. കൃപ എന്നുള്ള വാക്കൊക്കെ ഒത്തിരി പറയും കേട്ടോ, കൃപ തരണമേ എന്ന്. കൃപ, see, words are so deceiving. നമ്മൾ ഉപയോഗിക്കുന്ന പല വാക്കുകളും വളരെ ചതിയനാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പല വാക്കുകളും പലപ്പോഴും നമ്മെ ബന്ധിപ്പിക്കാതെയാണ് നാം സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളൊരു യാഥാർത്ഥ്യം പറയാം. It's easy to receive grace. It's much difficult to remain in grace. കൃപ പ്രാപിക്കുന്നതാണ് കൂടുതൽ എളുപ്പമുള്ള കാര്യം. വളരെ കരഞ്ഞു, വളരെ പ്രാർത്ഥിച്ചു, വിജയത്തിന് വേണ്ടി ദൈവത്തിന്റെ സന്നിധി ചെന്നു. ഹല്ലേലൂയ, ലോർഡ്, കർത്താവേ, ആശപൂർവ്വം ദൈവത്തിന്റെ സന്നിധിയിൽ
കൃപ പ്രാപിക്കുന്നവർ. എന്നാൽ ആ കൃപയിൽ നിലനിൽക്കുന്നത്, തുടരുന്നത്, അതാണ് ബുദ്ധിമുട്ടുള്ള കാര്യം. നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ കൃപയ്ക്കായി ചെല്ലുന്ന സമയത്ത് ആവശ്യബോധത്തിലാണ് ചെല്ലുന്നത്, വിനയത്തിലാണ് ചെല്ലുന്നത്, തകർന്നാണ് ചെല്ലുന്നത്. God gives grace to the humble. താഴ്മയുള്ളവർക്ക് ദൈവം കൃപ അധികം നൽകുന്നു. Amen. എന്നാൽ കൃപ ലഭിച്ച ശേഷം വിനയത്തിലായിരിക്കാൻ, കൃപ ലഭിച്ച ശേഷം ദരിദ്രബോധത്തിലായിരിക്കുവാൻ. സ്റ്റില്ലോ ഇപ്പോഴും പോരാ, ഇപ്പോഴും പോരാ, ഇപ്പോഴും പോരാ. നിങ്ങളെ അടുത്ത് വന്ന ഓരോരുത്തരും ഒന്ന് ചോദിക്കുമായിരിക്കും, ഈ അനുഭവം നിങ്ങൾക്ക് എങ്ങനെയാണ് ഉണ്ടായത്? നിങ്ങൾക്ക് എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇത്രയും സെൽഫ് കൺട്രോൾസ്, ആത്മീയത ലഭിക്കുന്നത്? പീപ്പിൾ അപ്രീഷിയേറ്റ് ചെയ്യും, നിങ്ങളെക്കുറിച്ച് പലരും അഭിനന്ദിക്കുന്നുണ്ടായിരിക്കും. ബട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ സ്റ്റിൽ യു ആർ ഇൻ എ ലോവർ പ്ലേസ്. ദൈവത്തിന് വിനയപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ ഞാൻ നിങ്ങളോട് പറയുകയാണ്. There's something true, take to heart. കുഞ്ഞുങ്ങളെ, എൻ്റെ സഹോദരി സഹോദരന്മാർ, നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് സ്വീകരിക്കണം. It's easier to get grace. It's difficult to remain in grace. കൃപ ലഭിക്കുന്നതാണ് എളുപ്പമുള്ള കാര്യം, കൃപയിൽ നിലനിൽക്കുന്നതാണ് ബുദ്ധിമുട്ടുള്ള കാര്യം. കൃപ ലഭിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യമാണ് വിനയം നഷ്ടപ്പെടും, ആത്മാവിലെ ആവശ്യബോധം നഷ്ടപ്പെടും. ആത്മാവിലെ ദരിദ്രാവസ്ഥ, ആ ബോധം തുടർമാനമായിട്ടും നിലനിൽക്കേണ്ട ഒരു കാര്യമാണ്. Praise the Lord. Hallelujah. I am in the way of progress. ആ വളർച്ചയുടെ, വർധനവിന്റെ, പുരോഗമനത്തിന്റെ പാതയിൽ ഞാൻ തുടർമാനം പോകുന്നു. Blessed are the poor in spirit. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. Because theirs is the kingdom of God. സ്വർഗരാജ്യത്തിന്റെ കവാടം തുടർമാനമായിട്ട് എനിക്ക് തുറന്നു കിടക്കുകയാണ്. I go and walk. ഞാൻ നടന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. It's for me. അതെനിക്ക് വേണ്ടിയാണ്. Because small heart, little mind. എല്ലാം ചെറുത്. ദൈവമക്കളെ, ഈ ദൈവസ്ഥയിൽ ആളുകൾ വരുന്നത് ഏറ്റവും ചെറുതുമായിട്ടാണ് വരുന്നത്. ലോകത്തിന്റെ അടുത്തേക്ക് ആളുകൾ പോകുന്നത് ഏറ്റവും വലുതുമായിട്ടാണ്. 12 വർഷം പഠിക്കണേൽ ആളുകൾ തയ്യാറായി പോവുകയാണ്. പിന്നെ ജോലി കിട്ടണേ 3 വർഷം കൂടെ കഴിയണം. 15 years, ഏതാണ്ട് യൗവനമൊക്കെ കഴിഞ്ഞ് ജോലി കിട്ടിയാലും മൈ ലൈഫ് ഈസ് there. എൻ്റെ ജീവിതം ഞാൻ എന്തിനും തയ്യാറാണ്. The goals of this world, the riches of this world, ഈ ലോകത്തിന് നൽകുവാനുള്ള കാര്യത്തിനായിട്ട് I take my biggest vessel. എൻ്റെ ജീവിതത്തിന് മുഴുവൻ തുറന്നാണ് ചെല്ലുന്നത്. When comes God, ദൈവത്തിന്റെ അടുത്തേക്ക് വരുമ്പോൾ bring my the smallest I have. എനിക്കുള്ള ഏറ്റവും ചെറുതുമായിട്ടാണ് വരുന്നത്. ഞായറാഴ്ചത്തെ അല്പസമയം, ബാക്കി സമയം തീർന്നാൽ പ്രാർത്ഥനയ്ക്ക് സമയമില്ല. വേറെ എല്ലാം പഠിച്ചാലും അറിഞ്ഞാലും വചനത്തിന് സമയമില്ല. ഭക്തിക്കും കൂട്ടായ്മയ്ക്കും സമയമില്ല. ആത്മീയകാര്യങ്ങൾക്ക് മനസ്സും ഹൃദയമില്ല. എവറിത്തിങ് ഈസ് സ്കാറ്റേർഡ്. എല്ലാം പലയിടത്തായിട്ട് ചിതറിക്കിടക്കുകയാണ്. ബ്രിങ്ങിങ് വിത്ത് എ ലിറ്റിൽ ദ പുവർ ഇൻ സ്പിരിറ്റ്. ആത്മാവിൽ ദരിദ്രരായവർ എന്താ ചെയ്യുന്നത്? Their biggest vessel is for the kingdom. അവർക്കുള്ളത് തുറന്നുകൊണ്ടാണ് ദൈവരാജ്യത്തിലേക്ക് വരുന്നത്, സ്വർഗരാജ്യത്തിലേക്ക് വരുന്നത്. Amen. Amen. Hallelujah. What's the size of your vessel? നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന പാത്രത്തിന്റെ വലിപ്പം എന്താണ്? That is the way you are going to be filled. നിങ്ങൾ കിട്ടാൻ പോകുന്ന നിറം അതിന് ഒത്തവണ്ണമാണ്. The wise, who ജ്ഞാനികളാരാണ്, വിവേകികളാരാണ്? Who have brought their everything to the Lord of glory. മഹത്വത്തിന്റെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തങ്ങൾക്കുള്ളത് മുഴുവൻ കൊണ്ടുവന്നിട്ട്. Because real true blessing is there. യഥാർത്ഥ അനുഗ്രഹം അവിടെയാണ്. Hallelujah. Know the difference between vanity and blessing. മായയും അനുഗ്രഹവും തമ്മിലുള്ള വ്യത്യാസം അത് ലോകത്തിൽ എത്ര പറഞ്ഞാലും മനസ്സിലാകില്ല. You have come to a place where you can hear of a difference between vanity and blessing. മായയും സാക്ഷാൽ അനുഗ്രഹവും തമ്മിൽ ഉള്ള വ്യത്യാസം അറിയേണ്ട ഇടത്തേക്ക് നിങ്ങളെ ഓരോരുത്തരെയും കൊണ്ടുവന്നിരിക്കുകയാണ്. യു ക്യാൻ ചൂസ് ഇറ്റ്. ഇനി തിരഞ്ഞെടുക്കുന്ന ഉത്തരവാദിത്വം നിങ്ങളുടേതാണ്. വളരെ പ്രധാനപ്പെട്ടമായിരിക്കുന്ന
നിങ്ങളുടെ ജീവിതത്തിൽ ചെക്കപ്പ് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. പോവർട്ടി ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിലെ ഈ ആവശ്യബോധം. ആത്മാവിലെ ഒരു ആവശ്യബോധത്തിലാണോ നിങ്ങളായിരിക്കുന്നത്? എന്താണ് ഇതിന്റെ തെളിവ്? ഏതാണ്ടൊരു കുറവിന്റെ ബോധമല്ലത്, ഏതാണ്ടൊരു അസ്വസ്ഥതയല്ല, നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു പരാജയബോധം. ഇതൊന്നുമില്ല ആത്മാവിലെ ദരിദ്രബോധം എന്ന് പറയും. ആത്മാവിലെ ദരിദ്രബോധം എന്താണ്? ഒന്ന്, ഈ ഒരുപാട് കരയുന്ന ആളുകൾ, വിഷമം പറയുന്ന ആളുകൾക്ക് ദൈവസന്നിധിയിൽ വിഷമവും കരച്ചിലും കുറവാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളെ ചുറ്റിയുള്ള നിങ്ങളുടെ വിഷമം കരച്ചിൽ, നോ, ലിവ് ഇറ്റ്. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, ഹാവ് യു ഗോട്ട് ടിയേഴ്സ് ബിഫോർ ഗോഡ്? ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണുനീരുണ്ടോ? എന്തിനു വേണ്ടി? ദൈവം നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത കാര്യങ്ങൾക്കായി, നിങ്ങളെ വിളിച്ച ഈ വിളി സംബന്ധിച്ച്, നിങ്ങൾ ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മ വാഗ്ദത്തം സംബന്ധിച്ച്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ജീവിതം സംബന്ധിച്ച്, ലോർഡ് ടു ഓണർ ദൈ നെയിം, അവിടുത്തെ നാമം മഹത്വപ്പെടുത്തേണ്ടതിനായി, അങ്ങയുടെ നാമത്തെ ദുഃഖിക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ച്, അവിടത്തേക്ക് ലജ്ജ കൊണ്ടിരുന്ന കാര്യങ്ങൾ സംബന്ധിച്ച്, അവിടുത്തെ നാമത്തെ തുച്ഛീകരിക്കുന്ന കാര്യങ്ങൾ, നോ ലോർഡ്, ഇതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് ലോർഡ് ക്രൈ. കണ്ണുനീരുള്ളവർ, കരച്ചിലുള്ളവർ, പ്രാർത്ഥനാ ജീവിതമുള്ളവർ. പലർക്കും അങ്ങനൊരു കാര്യമില്ല. ചിലർക്ക് അല്പം കൂട്ടപ്രാർത്ഥനയുണ്ട്, സമൂഹ പ്രാർത്ഥന. ഒറ്റയ്ക്കുള്ള പ്രാർത്ഥന ആളുകൾ കുറവാണ്. നിങ്ങൾക്ക് പ്രാർത്ഥനാ ജീവിതമുണ്ടോ? ദൈവസന്നിധിയിൽ നിങ്ങൾ കടന്നു വന്ന് കൃപാസനത്തോട് സമീപിക്കുന്ന സമയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? സ്പിരിച്വൽ ചെക്കപ്പ് നിങ്ങൾ ചെക്കപ്പ് ചെയ്യേണ്ട, പരിശോധിക്കേണ്ട ഇടങ്ങളാണ്. നിങ്ങൾക്ക് ആത്മീയ ദാരിദ്ര്യത്തിന്റെ ആ അവസ്ഥയുണ്ടോ എന്നുള്ളതിന്റെ, ആത്മാവുള്ള ദാരിദ്ര്യത്തിന്റെ അവസ്ഥയുടെ മറ്റൊരു തെളിവാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വെളിച്ചം കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഹൗ സൂൺ വി ഹാവ് ലൈറ്റ് ഓൺ അതേഴ്സ്. മറ്റുള്ളവരെ സംബന്ധിച്ച് നമുക്ക് എന്ത് വ്യക്തതയാണ്. അവരെന്ത് പറയാൻ പാടില്ല, എന്ത് പറയണം, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്തുകൂടാ, ഇങ്ങനെ ചെയ്യാമായിരുന്നു, അങ്ങനെ ചെയ്യാമായിരുന്നു. യു നോ എവറിത്തിങ് റോങ് അബൌട്ട് ദം. അവരെ സംബന്ധിച്ച് എല്ലാ കാര്യവും നിങ്ങൾക്കറിയാം. ഹൗ ലിറ്റിൽ യു നോ ഓഫ് യുവർ സെൽഫ്. നിങ്ങളെ സംബന്ധിച്ച് ദൈവത്തിന്റെ വെളിച്ചത്തിൽ എത്ര കുറച്ച് മാത്രം നിങ്ങൾ അറിയുന്നു. Getting light on yourself. നിങ്ങളെ സംബന്ധിച്ചുള്ള വെളിച്ചം മാത്രമല്ല, soon acknowledging yourself. വേഗത്തിൽ നിങ്ങളെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ വിനയപ്പെടുത്തുക. ദൈവത്തിന്റെ വെളിച്ചത്തിന്റെ മുമ്പിൽ നിങ്ങളെ തന്നെ വിധേയപ്പെടുത്തുക. ആരെങ്കിലും നിങ്ങളോടൊരു കാര്യം, പ്രയോജനകരമായിരിക്കുന്ന കാര്യം നിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു തന്നാൽ സ്വീകരിക്കുവാനുള്ള മനസ്സ്. ഞാനിവിടെ നിൽക്കുവാൻ വളരെ ഇഷ്ടപ്പെടുമായിരുന്നു. കാരണം ദൈവമക്കളുടെ ക്യാൻസർ പോലെ കണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. They can never admit wrong. അവരെ സംബന്ധിച്ചുള്ള തെറ്റവർക്ക് സ്വീകരിക്കാൻ കഴിയത്തില്ലെന്ന് മാത്രമല്ല, പിന്നെ പറയുന്നവരുമായിട്ടുള്ള ബന്ധം തന്നെ തീരും അതോടുകൂടി. You think you are on the way to the kingdom of heaven? സ്വർഗരാജ്യത്തിന്റെ വഴിയിൽ നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ടോ? സ്റ്റോപ്പ് ഓൾ ദിസ് നോൺസെൻസ് സോങ്. വെറുതെ അർത്ഥശൂന്യമായിരിക്കുന്ന പാട്ടുകളെല്ലാം നിർത്ത്. Come to reality. If God's light cannot reveal yourself, ദൈവത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങളെ തന്നെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ, സത്യം സംബന്ധിച്ച് മറ്റൊരാൾക്ക് നിങ്ങളോട് പറയുവാനുള്ള സ്വാതന്ത്ര്യമില്ല എങ്കിൽ, you're not poor in spirit. ആത്മാവിൽ നിങ്ങൾ ദരിദ്രാനുഭവത്തിലല്ല. 3, സ്പിരിച്വൽ സ്പെസിഫിക്സ്. ആത്മീയമായിരിക്കുന്ന ആ ദരിദ്രബോധത്തിൽ പോകുന്നവരെ സംബന്ധിച്ചോളം എപ്പോഴും ആത്മീയമായിട്ട് അവർ പിന്തുടരുന്ന ഏതെങ്കിലും ഒരു കാര്യം കാണും. അല്ലാതെ മുഴുവൻ കൂടെ അടച്ച് ഞാനെങ്കിലും എത്തിയിട്ടില്ല എന്ന് പറയുകയല്ല. There is something always that occupies their heart. Lord, help me in this. ഈ കാര്യത്തിൽ എന്നെ സഹായിക്കണമേ കർത്താവേ. Take me into this. ഈ കാര്യത്തിലേക്ക് എന്നെ നടത്തണമേ കർത്താവേ. ഈ അനുഭവം എനിക്ക് തരണമേ കർത്താവേ. ഈ സ്വാതന്ത്ര്യത്തിലേക്ക് എന്നെ കൊണ്ടുപോകണം കർത്താവേ. There is always some specifics they are seeking. ദൈവത്തെ തുടർമാനമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പ്രത്യേക കാര്യങ്ങൾ അവരുടെ ഹൃദയത്തിൽ കാണും. I'm asking you. കഴിഞ്ഞ ദിവസങ്ങൾ, കഴിഞ്ഞ ആഴ്ചകൾ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാര്യം എന്തിനു വേണ്ടിയാണ്? ഒരേ കാര്യത്തെ മുട്ടിപ്പാട്ട് നിങ്ങൾ ദൈവസന്നിധിയിൽ പോയിക്കൊണ്ടിരുന്നുവോ? Have you got specifics? Yes. മറ്റൊരു പ്രധാനപ്പെട്ട ചെക്കപ്പ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്.
വെളിപ്പാട് പുസ്തകത്തിൽ ഈ സഭകൾക്ക് സന്ദേശം എഴുതുന്ന സമയത്ത് എല്ലാ ലേഖനങ്ങളും ഒടുവിൽ അവസാനിക്കുന്ന ഇങ്ങനെയാണ്: ഹി ഹു ഹാസ് എൻ ഇയർ ലെറ്റ് ഹിം ഹിയർ. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്താണ് എൻ്റെ മറുവശം? അനേകർക്കും കേൾപ്പാൻ ചെവിയില്ല. എവിടെ? ലോകത്തിലല്ല, രാഷ്ട്രീയത്തിലല്ല, അധമലോകത്തിലല്ല, സഭയ്ക്കകത്ത്. There are only few who have the ears to hear. കേൾക്കാൻ ചെവിയുള്ളവർ വളരെ കുറച്ചേ ഉള്ളൂ. കേൾപ്പാനുള്ള ചെവി നമുക്ക് സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം, എല്ലാ കാലഘട്ടം എന്നാൽ പ്രത്യേകിച്ച് ഈ കാലഘട്ടം, ഇറ്റ് ഈസ് എ വേൾഡ് ഓഫ് സൗണ്ട്സ്. ശബ്ദങ്ങളുടെ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എല്ലാം ശബ്ദങ്ങളാണ്, എല്ലാം നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങുന്നത് എവിടെയാ? തുടങ്ങുന്നത് ഒട്ടധികം പേരും തുടങ്ങുന്നത് ന്യൂസ് പേപ്പറിലാണ്. അത് അരിച്ചു പെറുക്കി നമ്മൾ വായിക്കും. എല്ലാവരും നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിനൊരു ഭാഗമായി തീർന്നിട്ടുണ്ട് എന്താ? ടി വിയിൽ ഇഷ്ടംപോലെ ചാനൽസാണ്, മാറി മാറി കേൾക്കാൻ. ഇവിടെ അഡ്വർടൈസ്മെന്റ് വന്നാൽ അടുത്ത അവിടെ കേൾക്കാം. വി ആർ അണ്ടർ ഇൻഫർമേഷൻ എക്സ്പ്ലോഷൻ. വിവരം കൊണ്ട് നമ്മളെ അങ്ങ് മൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ പീരിയോഡിക്കൽസ് ഉണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്. പ്രായമുള്ളവർ പറയുന്നു, കൂട്ടുകാർ പറയുന്നു, കൂട്ടായ്മ കഴിയാൻ നോക്കിയിരിക്കുകയാണ്. പുറത്തിറങ്ങിയാൽ പറയാൻ ആളുകൾ കാത്തു നിൽക്കുകയാണ്, അറിഞ്ഞായിരുന്നോ എന്ന് ചോദിക്കാൻ. വി ആർ ടു മച്ച് അണ്ടർ ഇൻഫർമേഷൻ. തുറമാനമായിരിക്കുന്ന വിവരങ്ങൾ കൊണ്ട് നമ്മളങ്ങ് മൂടപ്പെട്ടിരിക്കുകയാണ്. We hear and hear and hear and hear. നാം കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ കേൾവിയുടെ നടുക്ക് കേൾക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടിരിക്കുന്ന കാര്യം. കാരണം ഈ കേൾവിയുടെ നടുക്ക് ഈ കേൾക്കുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം നമുക്കറിയാം ഗൗരവമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. ധാർമ്മികത എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരി തെറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാ കാര്യങ്ങൾ സംബന്ധിച്ചുള്ളൊരു ജീവിതബോധം നമുക്ക് തുടർമാനമായി ചുറ്റുമുള്ള കേൾവികളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. വി ആർ ബീങ് ഇൻഫോംഡ് ഓഫ് വാട്ട് ലൈഫ് ഈസ്. ജീവിതം എന്താണ്? എന്തിനു വേണ്ടി ജീവിക്കണം? ഈ കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് നമ്മൾ തുടർമാനമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് നമുക്കെല്ലാം അറിയാം ശരിക്കും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്. പണത്തിന്റെ പ്രാധാന്യം, പണം കൊണ്ട് എന്താ ചെയ്യേണ്ടത്. We know the importance of everything and everything concerning life. ജീവിതം സംബന്ധിച്ച് എല്ലാം നമുക്കറിയാം. അതിന്റെ വെളിച്ചത്തിൽ നമുക്ക് ബോധ്യങ്ങളുണ്ട്. എന്താ തിരഞ്ഞെടുക്കേണ്ടതെന്നറിയാം. നമുക്കൊക്കെ അറിയാം വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ മീ. എനിക്ക് ഏറ്റവും കൊള്ളാവുന്നത് എന്താണെന്ന് നമുക്കെല്ലാം അറിയാം. ആർ യു ഗെറ്റിംഗ് മീ? ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ത്രൂ ദ ഇൻഫർമേഷൻ അറൗണ്ട്, ചുറ്റുമുള്ള നിരന്തരമായ കേൾവിയിൽ നിന്നും നമുക്കെല്ലാം അറിയാം ജീവിതം സംബന്ധിച്ച് വേണ്ടതും നമുക്ക് ആവശ്യമുള്ളതും പ്രധാനപ്പെട്ടതും എന്തിനാണ് ജീവിക്കേണ്ടതെന്നും. വി നോ എവറിത്തിങ് ഓഫ് ലൈഫ്. എല്ലാം സംബന്ധിച്ച് നമുക്ക് ജീവിതത്തെ കുറിച്ച് അറിയാം. പിന്നെ ദൈവത്തെ കേൾക്കേണ്ട ആവശ്യമില്ല. പഠിക്കേണ്ട എന്തിനാണെന്നറിയാം, തിരഞ്ഞെടുക്കേണ്ട കോഴ്സ് എന്നാണെന്നറിയാം, ജോലിയെക്കുറിച്ചറിയാം, ഏത് ജോലി ചെയ്യണം, എത്ര വരെ ശമ്പളത്തിൽ ജോലി ചെയ്യണം, എവിടെ താമസിക്കണം, പിള്ളേരെ എവിടെ. വി നോ എവറിത്തിങ്. എല്ലാം അറിയാം.
വി നോ വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ us. നമുക്ക് ഏറ്റവും പറ്റിയത് എന്താണെന്നൊക്കെ നമുക്കറിയാം. വൈ ഷുഡ് യു ഹിയർ ഗോഡ്? പിന്നെ എന്തിനാ ദൈവത്തിൻ്റെ അടുത്ത് തന്നെ വരുന്നു? എന്തിനാ ദൈവത്തിൻ്റെ അടുത്ത് വരുന്നു? നിങ്ങളോടും ചോദിച്ചു, ഞാൻ എന്തിനാ ഈ ദൈവത്തിൻ്റെ അടുത്ത് പോകുന്നു? എന്തിനാ പോകുന്നു? ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളൊരു പിണങ്ങരുത്. ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാം. ദൈവത്തിൻ്റെ അടുത്തേക്ക് അവിശ്വാസികളല്ല, വിശ്വാസികളെന്ന് പറയുന്നവർ തന്നെയും അധിക പങ്കാളുകളും ചെല്ലുന്നത് എന്തിനാണെന്നറിയാം? ദൈവമേ, ഈ കാര്യം എനിക്ക് വേണ്ടതാണ്, അവിടെ പോകാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് നിനക്കറിയാമല്ലോ, അവിടുത്തെ ഹിതമാണെന്ന് ഞാനങ്ങ് വിശ്വസിക്കുകയാണ്, അത് എന്നെ അവിടെ എത്തിക്കണമേ. ഇന്നടത്തേക്ക് ഞാൻ ഒരു അപേക്ഷ അയച്ചിട്ടുണ്ട്, ദൈവമേ എനിക്കത് സാധിച്ചു തരണമേ. പലർക്കും ചോദിക്കാൻ മന്ത്രിയുണ്ട്, നല്ല വീട്ടുകാരുണ്ട്, IAS-കാരുണ്ട്, എനിക്ക് നീ മാത്രമേ ഉള്ളൂ. ലോർഡ് ഹെൽപ്പ് മീ ടു ലിവ് ഇൻ മൈ വിൽ. എൻ്റെ ഇഷ്ടത്തിൽ ജീവിക്കാൻ എനിക്ക് നീ മാത്രമേ സഹായമുള്ളൂ, എന്നെ സഹായിക്കണമേ. നിങ്ങളാരും ചിരിക്കരുത്. ദിസ് ഈസ് സിംപ്ലി ബ്ലാങ്ക് ട്രൂത്ത്. ഇത് സത്യമാണ്, ഇത് സത്യമാണ്. We need God for our selfish life. നമ്മുടെ സ്വാർത്ഥപരമായിരിക്കുന്ന ജീവിതത്തിന് നമുക്കൊരു ദൈവത്തെ വേണം. This says it. Take it from me. You can hear God only when you come to the place. നിങ്ങൾക്ക് എപ്പോഴാണ് ദൈവത്തെ കേൾക്കാൻ കഴിയുന്നത്? ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഞാൻ നിങ്ങളോട് പറയുകയാണ്. Lord, if you don't give me light, I'm in dark. അവിടുന്ന് എനിക്ക് വെളിച്ചം തന്നില്ലെങ്കിൽ ഞാൻ അന്ധകാരത്തിലാണ്. If you don't give me sense, I'm insane. അവിടുന്ന് എനിക്ക് ബോധം നൽകില്ലെങ്കിൽ ഞാൻ ഭ്രാന്തനാണ്. You know, many smart people are just insane. അനേക സമർത്ഥന്മാരും വരും ഭ്രാന്തന്മാരാണെന്ന് നിങ്ങൾക്കറിയാമോ? Teach me life. ജീവിതം എന്നെ പഠിപ്പിക്കണമേ. Teach me what is best for me. എനിക്ക് ഉത്തമമായിരിക്കുന്ന എന്തെന്ന് എന്നോട് പഠിപ്പിക്കണമേ. Teach me how to spend my money. എന്റെ സമ്പത്തിനെ ചെലവഴിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. Teach me my priorities. എന്റെ മുൻഗണനകളെ എന്നെ പഠിപ്പിക്കണമേ. You know, you can hear God only when you insist for God's will. ദൈവഹിതത്തിന് വേണ്ടി നിർബന്ധം പിടിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തെ കേൾക്കാൻ കഴിയുകയുള്ളൂ. This should be one of your spiritual check-up. ദൈവത്തെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, കേൾക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ടാണ്. അതുകൂടാതെ നിങ്ങൾക്ക് ജീവിക്കുവാൻ അറിയാം. ദൈവത്തെ കൂടാതെ ജീവിക്കാൻ നിങ്ങൾക്കറിയാം. ഈയിടെ രസകരമായിരിക്കുന്നൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. ഈ കൊച്ചുകുട്ടികൾ, നമ്മൾ സാധാരണ കൊച്ചുകുട്ടികളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കത്തില്ലേ? ഈയിടെ ഞാൻ ശ്രദ്ധിച്ചത്, നമ്മൾ അവരുടെ കയ്യെ പിടിച്ചുകൊണ്ട് നടക്കാൻ അവർക്ക് വലിയ താല്പര്യമില്ല. അവർ പെട്ടെന്ന് കൈമാറ്റി നമ്മുടെ കയ്യെ പിടിക്കും. നമ്മൾ അവരുടെ കയ്യെ പിടിച്ചുകൊണ്ട് നടത്താൻ അല്ല അവർക്ക് താല്പര്യം. അവർ കൈമാറ്റി നമ്മുടെ കയ്യെ പിടിക്കും. എന്തിനാണ്? നമ്മൾ അവരുടെ കയ്യെ പിടിച്ച് നടത്തുമ്പോൾ നമ്മുടെ വഴിയിൽ അവരെ കൊണ്ടുപോകും. നോ, they have lot of attraction there. Daddy is not this side. ഇവിടെയല്ല. ഡാഡിയുടെ കയ്യെ പിടിച്ചുകൊണ്ട് അവർക്ക് അങ്ങോട്ട് നടത്തണം. What kind of God you have? നിങ്ങൾക്കുള്ള ദൈവം എന്താണ്? What's the meaning of your prayer? നിങ്ങളുടെ പ്രാർത്ഥനയുടെ ആരാധനയുടെ അർത്ഥം എന്താണ്? And what does your spirituality mean? നിങ്ങളുടെ ഭക്തിയുടെ തന്നെ അർത്ഥം എന്താണ്? സെൽഫ് സെന്റേർഡ് or God centered? നിങ്ങൾ കേന്ദ്രീകൃതമോ ദൈവ കേന്ദ്രീകൃതമോ? ഹിയറിംഗ്, ഈ കേൾവിയുടെ ഒരു കാര്യം അത് മാത്രമല്ല കേൾവിയുടെ പ്രശ്നം. കേൾവി, നമ്മളിപ്പോൾ പെട്ടെന്ന് നമ്മുടെ മുറിയിലിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഒരു കോള് വന്നു എന്നിരിക്കട്ടെ. ആ കോള് വരുന്ന സമയത്ത് TV ഓൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് TVയുടെ ശബ്ദം കുറയ്ക്കും. നമുക്ക് ശബ്ദം കുറഞ്ഞ് മാത്രമേ ഇത് കേൾക്കാൻ കഴിയുള്ളൂ. അല്ല, ഒരു സമൂഹത്തിൽ നമ്മൾ ഒരുമിച്ച് പോകുന്ന സമയത്താണ്, ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നാം തന്നെ ചെയ്യാറില്ല, ആ കൂട്ടത്തിൽ നിന്ന് മാറിപ്പോയി കേൾക്കും. ടു മേക്ക് ഇറ്റ് ഓഡിയബിൾ, ശ്രദ്ധിക്കാൻ വേണ്ടി. യെശയ്യാപ്രവചനം 50-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം നിങ്ങളൊന്ന് വായിക്കാമോ? തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എന്റെ ചെവി ഉണർത്തുന്നു. രാവിലെ തോറും
Day by day, every single day, day by day. രാവിലെ തോറും, it's not evening, രാവിലെ തോറും like a disciple. അനുധാവനം ചെയ്യുന്ന വ്യക്തിയാണ് ശിഷ്യൻ. ശിഷ്യനെ പോലെ കേൾക്കേണ്ടതിന് എന്റെ ചെവിയെ ഉണർത്തുന്നു. That I may listen. കേൾക്കേണ്ടതിന് അവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കേണ്ടതിനാണ്. That I may listen. ഞാൻ അവനെ ശ്രദ്ധിക്കേണ്ടതിനാണ്. ലിസണിങ്. കേൾക്കണമെങ്കിൽ എന്ത് വേണം? ശ്രദ്ധിക്കണം. പലപ്പോഴും ഈ ശ്രദ്ധയ്ക്ക് തടസ്സമാണ് ഒരുപാട് ശബ്ദങ്ങൾ. അതുകൊണ്ടാണ് പലപ്പോഴും ശബ്ദം മാറി അല്ലെ കൂട്ടം മാറി നമ്മൾ ഒറ്റയ്ക്ക് പോയി നിന്ന് ശ്രദ്ധിക്കുന്നു. ദൈവത്തെ കേൾക്കുന്നത് ആവശ്യമാണ്. കൂട്ടം മാറണം. കൂട്ടായ്മ വിട്ടുപോലും മാറി എന്ന് ചിലപ്പോൾ കേൾക്കേണ്ടി വരും. കൂട്ടായ്മയുടെ പിണങ്ങി പോകുന്നൊരു കാര്യമല്ല കൂട്ടം, സമൂഹം. അതുപോലെ തന്നെ ചുറ്റുമുള്ള ശബ്ദങ്ങളെല്ലാം കുറയണം, അല്ലെ കുറയുന്നിടത്തേക്ക് മാറണം. സൈലൻസ്, നിശബ്ദത. നിശബ്ദത ഇതിൻ്റെ അർത്ഥമായി സൈലന്റ് ടൈം, ക്വയറ്റ് ടൈം എന്നൊക്കെ പണ്ട് തൊട്ടേ ഉള്ള ഭക്തന്മാർ പറയാറുണ്ടല്ലോ. നിശബ്ദ സമയം, പ്രാർത്ഥനാ സമയം, ധ്യാന സമയം. കേൾക്കേണ്ടതിന് സൈലന്റ് ടൈം വേണം. എൻ്റെ സാക്ഷി നിങ്ങളോട് പറയുകയാണ്, എൻ്റെ പഠനങ്ങൾ, എൻ്റെ ആത്മീയ ഉൾക്കാഴ്ചകൾ, ദൈവത്തെ കേട്ടതെനിക്ക് എത്രമാത്രമെന്ന് എനിക്ക് ഓർക്കാൻ കഴിയില്ല. അത്രമാത്രം എനിക്ക് ജീവിതബോധം ലഭിച്ചത്, ആത്മീയ ഉൾക്കാഴ്ച ലഭിച്ചത് ഈ നിശബ്ദ സമയങ്ങളിലാണ്. ഹൗ ഈസ് യുവർ സൈലന്റ് ടൈം? നിങ്ങളുടെ നിശബ്ദ സമയങ്ങൾ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ആ ക്വയറ്റ് ടൈം ഉണ്ടോ? ആ ശാന്ത സമയങ്ങൾ, നിശബ്ദ സമയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? അവേ ഫ്രം ദ ക്രൗഡ്. കർത്താവിനെ കുറിച്ച് കാണുന്നു, രാത്രിയിൽ അവൻ മലയിലേക്ക് വാങ്ങിപ്പോയി. ഈവൻ ജീസസ് ടുക്ക് ടൈം ടു പ്രേ. പ്രാർത്ഥനയ്ക്കായിട്ട് യേശുവിന് തന്നെയും സ്വകാര്യ സമയങ്ങളുണ്ടായിരുന്നു. ദൈവമക്കളെ, നിങ്ങൾ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതം കണ്ടാലറിയാൻ പറ്റും. ഈ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ രഹസ്യത്തിൽ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഈ പ്രാർത്ഥന തന്നെയും എവിടെ ചെന്നാലും ഒരു പ്രകമ്പനമാക്കുന്നവരുണ്ട്. ഈ രഹസ്യ പ്രാർത്ഥനയും ഒരു വലിയ അതൊരു വലിയൊരു ഒരു വിഷയമാക്കുന്ന, ഒരു സംഭവമാക്കുന്ന, ഒരു ശബ്ദമാനമാക്കുന്ന ഇതല്ല ഞാൻ പറയുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ശാന്ത സമയങ്ങൾ കണ്ടെത്തുക. ആ സൈലൻസ് കൊണ്ട് മാത്രം പോരാ. ഞാൻ പലപ്പോഴും അറിയാമല്ലോ, ചിലപ്പോൾ നമ്മുടെ മൊബൈലിൽ ശബ്ദം അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്ത് കേൾക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്ന് അവിടെ റേഞ്ച് ഇല്ല എന്ന് തോന്നുന്നല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? റേഞ്ച് ഉള്ളിടത്തേക്ക് മാറി നിൽക്കും. ദൈവത്തെ കേൾക്കേണ്ടതിനായിട്ട് ശാന്ത സമയങ്ങൾ മാത്രം പോരാ. നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവോട് ഘടിപ്പിക്കേണ്ട ഒരാവശ്യമുണ്ട്. നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവുമായിട്ടുള്ള സംസർഗത്തിലാണ് ഗോഡ് ബിക്കംസ് ഓഡിയബിൾ. ദൈവത്തെ നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും. അങ്ങനെയുള്ള സമയങ്ങൾ നിശബ്ദമായ ദൈവസന്നിധിയിൽ നിങ്ങളുടെ ആത്മാവിനെ അങ്ങനെ ബന്ധിപ്പിക്കുന്ന ഒരു പരിചയം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ വേഗത്തിൽ പ്രാർത്ഥനയിലേക്ക് വരുവാനും ദൈവത്തെ കേൾക്കുവാനും നിങ്ങൾക്ക് കഴിയും. കൂടെ ഉപവാസ പ്രാർത്ഥനയായിട്ട് മാറിയിരിക്കേണ്ട ആവശ്യമില്ല. റെഗുലർലി യു ക്യാൻ ഹിയർ ഗോഡ്. നിരന്തരമായിട്ട് നിങ്ങൾക്ക് ദൈവത്തെ കേൾക്കുവാനായിട്ട് കഴിയും. കാരണം നമുക്ക് ജീവിക്കണമെങ്കിൽ അപ്പം മാത്രം പോരാ. നമുക്ക് എന്ത് വേണം? ദൈവശബ്ദം വേണം. നമുക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? Come on, we need God's word. ദൈവത്തിന്റെ വചനം വേണം. അപ്പം കൊണ്ട് മാത്രം ജീവിച്ചാൽ പോരാ. We need to hear God. ദൈവത്തെ കേൾക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയാണ് തിരുവചനവുമായിട്ട് നാം ദൈവസന്നിധിയിൽ ഇരിക്കേണ്ട സമയങ്ങളും. തിരുവചനമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു ചെന്ന് ഈ നിശബ്ദ സമയങ്ങളിൽ തിരുവചനം, ആ വാക്കുകൾ, അക്ഷരങ്ങൾ, അതിൻ്റെ അറിവിൻ്റെ അപ്പുറത്താണ് വചനം ഇരിക്കുന്നത്. ആ അക്ഷരങ്ങളുടെ അപ്പുറത്താണ് വേർഡ്. എല്ലാ തിരുവഴുത്തും എങ്ങനെയാണ്? ഗോഡ് ഇൻസ്പയർഡ്. ദൈവം വിശ്വസനീയമാണ്. നിങ്ങളുടെ ആത്മാവ് കൊണ്ട് തിരുവചനത്തിന്റെ നിശ്വസനീയത സ്പർശിക്കണം, ടച്ച് ചെയ്യണം, സ്പർശിക്കണം. അക്ഷരങ്ങളുടെ, വാക്കുകളുടെ അപ്പുറത്ത്, അറിവിന്റെ അപ്പുറത്ത് അതിന് പിമ്പിലുള്ള ആത്മാവിനെ, നിശ്വസനീയതയെ നിങ്ങളുടെ ആത്മാവ് കൊണ്ട് സ്പർശിക്കണം.
ആ വാക്കുകൾ തുറന്ന് ദൈവശബ്ദം വചനത്തിൽ കൂടി കേൾക്കുവാനിടയായിത്തീരും. ഇത് സാധാരണ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ദൈവവചനം എന്ന് പറയാറുണ്ട്. നിങ്ങളെന്നെ തെറ്റിദ്ധരിക്കുകയില്ലെങ്കിൽ ഞാൻ നിങ്ങളെ തിരുത്താം. ഇത് ബൈബിളാണ്, ഇത് തിരുവെഴുത്താണ്. ഈ പുസ്തകം അതിൽ തന്നെ ദൈവവചനമാകുന്നില്ല. ഈ പുസ്തകം, അതിൻ്റെ വിശ്വസനീയത തുറന്ന് നിങ്ങളുടെ ആത്മാവിലേക്ക് ഈ പുസ്തകത്തിലുള്ള തിരുവെഴുത്തുകൾ ദൈവത്തിൻ്റെ ശബ്ദമായി, വാക്കുകളായി, വചനമായിട്ട് നിങ്ങൾ ലഭിക്കുമ്പോൾ മാത്രമേ വചനമായി തീരുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് നിങ്ങൾക്ക് കിട്ടാനായിട്ട് നിങ്ങൾ ഒരു സെമിനാരിലും പോയി പഠിക്കേണ്ട. ദ ബെസ്റ്റ് സെമിനാരി ഈസ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സന്നിധിയാണ് ഏറ്റവും വലിയ സെമിനാരി. ആമേൻ. നിങ്ങളുടെ ശ്രദ്ധ, കേൾവി സംബന്ധിച്ച് ഒരു കാര്യം കൂടെ വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഹിയറിംഗ് ഇൻ ലൈഫ് സിറ്റുവേഷൻസ്. ജീവിത സാഹചര്യങ്ങൾ ദൈവത്തെ കേൾക്കുക. God is a speaking God. ദൈവം സംസാരിക്കുന്ന ഒരു ദൈവമാണ്. It's not a silent God. നിശബ്ദനായ ഒരു ദൈവമല്ല. Problem is always we are speaking. എപ്പോഴും നാം തന്നെ അങ്ങ് സംസാരിക്കുകയാണ്. എപ്പോഴും നമുക്ക് തന്നെ അങ്ങ് പറയാനുണ്ട്. എല്ലാറ്റിനും നമുക്ക് തന്നെ. Just learn to be silent. നിശബ്ദരായിരിക്കാൻ പഠിക്കുക. ദൈവത്തെ എല്ലാറ്റിലും കേൾക്കാൻ ശ്രമിക്കുക. God knows all the situation you go through. നിങ്ങൾ കടന്നു പോകുന്ന സകല സാഹചര്യങ്ങളും ദൈവത്തിനറിയാം. സുഖത്തിലും ദുഃഖത്തിലും. സുഖത്തിൽ ദൈവത്തെ കേൾക്കാനായിട്ടുണ്ട്. ഇൻ അബണ്ടൻസ്, ധാരാളം ഉള്ളപ്പോൾ ദൈവത്തെ കേൾക്കാനുണ്ട്. ഇല്ലായ്മയിലും ദൈവത്തെ കേൾക്കാനുണ്ട്. രോഗക്കിടക്കം നല്ലതാണ് കേട്ടോ. ദൈവത്തെ കേൾക്കാൻ പറ്റുന്ന സമയമാണ്. എന്നിങ്ങനെ രോഗിയാകേണ്ടത് ആവശ്യമാണോ? ആരോഗ്യത്തിൻ്റെ സമയങ്ങളാണ് നമുക്ക് കൂടുതൽ വേണ്ടത്. അപ്പോഴും ദൈവത്തെ കേൾക്കാൻ പറ്റും. ഓൾവേസ്, ഓൾവേസ്, എല്ലാറ്റിലും. ഏകാന്തതയിലും കൂട്ടുകാരുള്ളപ്പോഴും, തള്ളപ്പെടുമ്പോഴും സ്വീകരിക്കപ്പെടുമ്പോഴും. ഇൻ ഓൾ സിറ്റുവേഷൻ വി ഹാവ് എ ഗോഡ് ഹു ഡിസൈർസ് ടു ടോക്ക് ടു us. നമ്മുടെ എപ്പോഴും സംസാരിക്കുവാൻ ഇച്ഛിക്കുന്ന ഒരു ദൈവമാണ്. കേൾക്കണം. ഇറ്റ്സ് ഗുഡ് എഡ്യൂക്കേഷൻ. നല്ല പഠനമാണത്. കേൾക്കണം. ആമേൻ. ഒടുവിലായിട്ട് ഞാൻ വേഗത്തിലൊരു കാര്യം കൂടെ പറയാം. മൂന്നാമത്തെ ചെക്കപ്പ്, പരിശോധന എന്താണെന്നറിയാമോ? ഈ സഭകളോടെല്ലാം പറയുമ്പോൾ എടുത്തു പറയുന്ന ഒരു കാര്യം, ഏറ്റവും ഒടുവിൽ എല്ലാ സഭകളോടും പറയുമ്പോൾ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? റിപ്പന്റ്, മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ഏതോ ഒരു പരാജയബോധം, എന്തോ കുഴപ്പമായത്, വേണ്ടായിരുന്നു, ഒരു വിഷമം, അതല്ല മാനസാന്തരം. മാനസാന്തരം നിങ്ങൾക്ക് ഉണ്ടാകുന്നതിൻ്റെ പ്രാരംഭപടി എന്ന് പറയുന്നത് കൺവിക്ഷനാണ്, ബോധ്യമാണ്. മനസ്സാക്ഷിയുടെ ബോധ്യം, വചനത്തിൻ്റെ ബോധ്യം, ആത്മാവിൻ്റെ ബോധ്യം നിങ്ങളുടെ ആത്മാവിൽ ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യം ലഭിക്കുന്നു. നിങ്ങളുടെ ചെയ്തികൾ സംബന്ധിച്ച്, മനോഭാവങ്ങൾ സംബന്ധിച്ച്, അഭക്തി സംബന്ധിച്ച്, അവിവേകം സംബന്ധിച്ച്, പാപം സംബന്ധിച്ച്, എല്ലാ കാര്യം സംബന്ധിച്ച് ബോധ്യം. ആ ബോധ്യങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ ദുഃഖത്തിലേക്ക് നടത്തും. ആ ദുഃഖം നിങ്ങളെ പശ്ചാത്താപത്തിലേക്ക് കൊണ്ടുവരും. ദൈവം നിങ്ങളെ ജീവിതത്തെ വിധിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ആ വിധി നിങ്ങൾക്ക് സ്വീകരിപ്പാനായിട്ടിടയായിത്തീരുന്നു. നിങ്ങൾ ദൈവസന്നിധിയിൽ കർത്താവിനോട് ഏറ്റുപറയുന്നു. ആമേൻ. കർത്താവിനോട് ഏറ്റുപറയുന്നു. ഹല്ലേലൂയ. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ നന്നായി നടത്തുന്ന, നമ്മളെ അനുഗ്രഹിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം വന്നിരിക്കുന്നത്. പ്ലീസ് ഡോണ്ട് റൺ അവേ. കുതറിപ്പോകരുതേ, കുതറിപ്പോകരുതേ. The Lord says, I will cleanse you. ഞാൻ നിങ്ങളെ കഴുകാം. സഹോദരി സഹോദരന്മാരെ, കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് കഴുകൽ പ്രാപിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് അഗൈൻ ന്യൂ. പിന്നെ പുത്തനാണ്. ഹല്ലേലൂയ. ഈ അനുദപിക്കുന്നവർ, പശ്ചാത്താപമുള്ളവരുടെ ഒരു പ്രത്യേകത ഞാൻ നിങ്ങളോട് പറയാം. എപ്പോഴും അവരുടെ മുഖത്ത് പ്രസാദം കാണും, സന്തോഷം കാണും. കഴുകൽ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ പഴയതില്ല. നമ്മളെ പോലൊന്നും അല്ല നമ്മുടെ കർത്താവ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കത്തില്ല, പഴയതില്ല. ആമേൻ. The Lord cleanses. We are renewed. നാം പുതുക്കപ്പെട്ടു.
ക്ഷമിച്ചതിന്റെ തെളിവായിട്ട് കർത്താവ് നമുക്ക് എന്തോടെ തരും? ഒരു പുതുക്കം അങ്ങ് തരിക ചെയ്യുന്നു. ആത്മാവിലൊരു നവീകരണം അങ്ങ് തരികയാണ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ തുടർമാനമായിട്ടുള്ള അനുഭവമായി തീർന്നാൽ യുൽ ബി ഓൾവേസ് ഫ്രഷ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. എപ്പോഴും ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് പുതുക്കം കാണും. അനുദപിക്കുന്നവർ, പശ്ചാത്തപിക്കുന്നവർ, മാനസാന്തര സ്വഭാവമുള്ളവരെല്ലാം ദൈവസന്നിധിയിൽ പുതുക്കമുള്ളവരാണ്, അഭിഷേകമുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. ദിസ് ഈസ് ഗ്ലോറിയസ്. ഇതെത്ര മഹത്വപൂർണ്ണമായിരിക്കുന്ന ഒരു ജീവിതമാണ്. ഹല്ലേലൂയ. To be poor in spirit, ആത്മാവിൽ ദരിദ്രരായിരിക്കുക എന്ന് പറയുന്നത് ഒരു കുറവല്ല. That's great before the Lord. കർത്താവിന്റെ സന്നിധിയിൽ മാന്യമാണത്. To hear when everybody say I know it, എനിക്കതറിയാം, I will teach it to you, ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. I want to hear from the Lord. എനിക്ക് കർത്താവിൽ നിന്ന് കേൾക്കണം, കർത്താവിനാൽ നടത്തപ്പെടണം, എനിക്ക് കർത്താവിനെ ശ്രദ്ധിക്കണം. There is no learning like that. അതുപോലൊരു പഠനം ആർക്കും നൽകുവാനായിട്ട് കഴിയത്തില്ല. And to repent. When is the last time you repented? നിങ്ങൾ ഏറ്റവും കൂടുതൽ ദൈവസന്നിധിയിൽ പശ്ചാത്തപിച്ചെന്നാണ്, വിഷമം തോന്നി എന്നാണെന്ന് ഞാൻ ചോദിക്കും. Lord, I take it, your judgment. അവിടുത്തെ വിധിയെ ഞാൻ സ്വീകരിക്കുന്നു. I'm sorry, I'm wrong. Cleanse me. എന്നെ കഴുകണമേ, ഞാൻ തെറ്റിപ്പോയി. I want to be different. എനിക്കിത് വിട്ട് ജീവിക്കണം. മറ്റാരോടെങ്കിലും നിങ്ങൾ ഒടുവിൽ പോയി ക്ഷമ ചോദിച്ചതെന്താണ്? ഭർത്താക്കനോട് ക്ഷമ ചോദിച്ചതെന്താണ്? നിങ്ങൾ ഭാര്യയോട് ക്ഷമ ചോദിച്ചതെന്താണ്? കുഞ്ഞുങ്ങളെ മാതാപിതാക്കളോട് നിങ്ങൾ ക്ഷമ ചോദിച്ചതെന്താണ്? When was it? അത് ഇത് മുഴുവൻ നിങ്ങൾ വിഴുങ്ങിക്കളയുകയാണോ? നോ. യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ഫ്രഷ് വാല്യൂ ഓഫ് ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ പുത്തൻ മൂല്യം നമുക്ക് അനുഭവിക്കാനുള്ള അനുഗ്രഹീതമായിരിക്കുന്ന സമയമാണ് മാനസാന്തരം. ആമേൻ. Shall we praise God? ഈ വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. Another decision to have checkups. നിരന്തരമായി ഈ ആത്മീയമായിട്ടുള്ള പരിശോധനയ്ക്കായിട്ട് നമുക്ക് തീരുമാനിക്കാം. നമ്മളൊക്കെ ക്ഷീണിച്ചു പോയാൽ കിടക്കാറേ ഉള്ളൂ. ഒരു വാചകത്തിലെങ്കിലും ദൈവത്തിന് നന്ദി പറയുന്ന സ്വഭാവം പലർക്കുമുണ്ട്. ഉറങ്ങാൻ പോകുന്നതിനുമായിട്ട് ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നൊരു ഒരു 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 നല്ല പാട്ടുണ്ട്. അത് ക്രിസ്തീയ സമൂഹത്തിലൊന്നും പാട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഉറങ്ങാൻ പോകും മുൻപായി നിനക്കേകുന്നിതാ നന്ദി നന്നായി, ഇന്നു നീ കാരുണ്യപൂർവം ചെയ്ത നന്മകൾക്കൊക്കെയും ആയി. That's good. Always to remember the goodness of the Lord. കർത്താവിന്റെ നന്മയെന്ന് ഓർത്ത് സ്തുതിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടല്ല, ഇതും കൂടി ഓർക്കണം. Lord, is there anywhere I have grieved you? എവിടെയെങ്കിലും ഞാൻ നിന്നെ ദുഃഖിപ്പിച്ചിട്ടുണ്ടോ? Have short accounts with God. ദൈവത്തോട് ആണ്ടിലൊരിക്കൽ കാര്യങ്ങൾ തീർക്കാൻ നിൽക്കരുത്. Every day, ഹ്രസ്വമായിട്ടുള്ള സമയങ്ങളിൽ settle things with God. ദൈവത്തോട് കാര്യം തീർത്തു പോവുകയാണ്. You will have a hearing God. ദൈവത്തെ കേട്ട് ജീവിപ്പാനായിട്ട് ഇടയായിത്തീരും. Have these checkups in life. ഈ ജീവിതത്തിൽ ഈ പരിശോധനകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിഡൻ ട്രഷർ എന്ന ഈ സന്ദേശ പരമ്പര ശ്രദ്ധിക്കുവാൻ താങ്കൾ താല്പര്യം കാണിക്കുന്നതിൽ ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവവചനം പഠിക്കുവാനും ദൈവിക ലക്ഷ്യത്തിൽ ജീവിക്കുവാനും ഈ പ്രോഗ്രാം താങ്കൾക്ക് സഹായകമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കൂടാതെ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ചിന്റെ സ്പ്രിങ്സ് ഓഫ് ലൈഫ് എന്ന മറ്റൊരു പ്രോഗ്രാം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 8 മണിക്ക് ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്നു. മറക്കാതെ കാണുക. പാസ്റ്റർ രാജു എബനേസറിന്റെ സന്ദേശം വെബ്സൈറ്റിലും യൂട്യൂബിലും ലഭ്യമാണ്. www.rajuebenezer.com എന്ന സൈറ്റ് സന്ദർശിക്കുക. ഇന്നത്തെ സന്ദേശം സംബന്ധിച്ചുള്ള താങ്കളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഞങ്ങൾ എഴുതി അറിയിക്കേണ്ട വിലാസം: ഹിഡൻ ട്രഷർ, ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ച്, കെയർ സെന്റർ, മരിയ തുരുത്തിപ്പിയോ, കോട്ടയം. ഫോൺ നമ്പർ 0481
655 6550. Mobile 9846598704.